കുശവന്റെ ചക്രത്തിന്മേലിരിക്കുന്ന കളിമണ്ണ് ഒരിക്കലും കളിമണ്ണിന് സന്തോഷം തോന്നുന്ന സാഹചര്യങ്ങളിൽ കൂടെ അല്ല കടന്നു പോകുന്നത്. ഒന്ന്, ചക്രം കറങ്ങുന്നുണ്ട്. രണ്ട്, കുശവൻ ആ മണ്ണിനെ കുഴയ്ക്കുന്നുണ്ട്. ആ മണ്ണിനകത്തെ തരികൾ നീക്കുന്നുണ്ട്. സാഹചര്യങ്ങൾ മുഴുവൻ കറങ്ങുകയാണ്. വല്ലാതെ ഇടിച്ചു കുഴയ്ക്കപ്പെടുകയാണ്. നമുക്കൊട്ടും അംഗീകരിക്കാൻ മേലാത്ത ഒരു സമയത്തിലൂടെ കടന്നു പോകുന്നത് പോലെ തോന്നും. പക്ഷേ ഇതൊക്കെ സംഭവിക്കുമ്പോഴും കളിമണ്ണ് തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ വേദനകളിലൂടെ, പ്രശ്നങ്ങളിലൂടെ കളിമണ്ണ് പോകുന്നത് കുശവന്റെ സ്വപ്നങ്ങളിലേക്കാണ്, കുശവന്റെ ലക്ഷ്യങ്ങളിലേക്കാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സർവശക്തനായ ദൈവത്തിന്റെ ചക്രത്തിന്റെ മേൽ ഇരിക്കുന്ന ഏത് കളിമണ്ണിനെയും സാത്താന്യ സാമ്രാജ്യങ്ങൾക്ക് ഭയമാണ്. ദൈവത്താൽ പണിയപ്പെടുന്നവരെ പിശാച് ഭയക്കുകയാണ്. രാജദണ്ഡം പിടിച്ചുകൊണ്ട് ഫറവോന്റെ കൊട്ടാരത്തിൽ നിൽക്കുന്ന മോശയെ പിശാചിന് ഭയമില്ല. പക്ഷെ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ ഇത്രോവിന്റെ ആടിനെ മേയിച്ചുകൊണ്ട് നടക്കുമ്പോൾ ദൈവത്താൽ പണിയപ്പെടുന്ന മോശയെ സാത്താന്യ മണ്ഡലങ്ങൾക്ക് ഭയമാണ്. എല്ലാ കാലഘട്ടത്തിലും ദൈവം മോൾഡ് ചെയ്യുന്ന ഒരു തലമുറ, ദൈവത്താൽ പണിയപ്പെടുന്ന ഒരു തലമുറ, ആ പണി പൂർത്തിയാകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം സാത്താന്യ സാമ്രാജ്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു കാര്യം ഓർക്കുക, കുശവൻ ഈ പാത്രത്തെ പണിതെടുത്തു കഴിഞ്ഞാൽ ഈ കളിമണ്ണിന്റെ അവസ്ഥ മാറുകയാണ്. മാനത്തിലേക്ക്, മഹത്വത്തിലേക്ക്, ദൈവപ്രവർത്തികളിലേക്ക്, അടുത്ത മേഖലകളിലേക്ക്, ദൈവിക സ്വപ്നങ്ങളിലേക്ക്. എന്റെ പ്രിയരെ, ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത ഈ ഒരു ബ്രാക്കറ്റ് പീരീഡ് ഉണ്ടല്ലോ, കുശവന്റെ ചക്രത്തിന്റെ മേലിരിക്കുന്ന ഈ ഒരു കാലഘട്ടം, ഈ കാലഘട്ടം എനിക്കോ നിനക്കോ വേദന സമ്മാനിക്കുമ്പോഴും ഒരു കാര്യം ഓർത്തുകൊള്ളണം, ആ മണ്ണിന്റെ മുകളിലൂടെ കുശവന്റെ കരത്തിന്റെ സ്പർശനം നാം അനുഭവിക്കുന്നുണ്ട്. ആ വിരലുകൾ കൊണ്ടാണ് നാം മോൾഡ് ചെയ്യപ്പെടുന്നത്. ആ വിരലുകൾ കൊണ്ടാണ് നാം പണിയപ്പെടുന്നത്. ധൈര്യമായിട്ടിരിക്കണം. ഈ കാലം കടന്നുപോകും. ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് നാം എത്തപ്പെടും. നാം അതിജീവനത്തിന്റെ പാതയിലാണ്. ധൈര്യമായിട്ടിരിക്കണം ഒരു തലമുറ. ഒരു വാക്കും കൂടെ ഞാൻ പറയാം, ദൈവത്താൽ പണിയപ്പെടുന്ന തലമുറയെ, ഒരു കൂട്ടത്തെ സാത്താന്യ സാമ്രാജ്യങ്ങൾക്ക് ഭയമാണ്. ബ്ലെസ് യു.